ബി.ജെ.പി. ന്യൂനപക്ഷ മോർച്ചയുടെ കാസർഗോഡുകാരൻ ദേശീയ വൈസ് പ്രസിഡന്റിനെ പോലീസ് പൊക്കിയത് മലപ്പുറത്ത് വെച്ചാണ്. ഗൾഫിലെ വ്യവസായിയെ മലപ്പുറത്തെ വീട്ടിൽ വന്ന് കാണാൻ ശ്രമിച്ചത് ഗൺമാൻ ഉൾപ്പെടെയുള്ള വൻ തോക്ക് സംഘവുമായി. വ്യവസായിയെ കാണാൻ വീട്ടുകാർ ആരെയും സമ്മതിക്കുന്നുമില്ല. വീട്ടുവളപ്പിലേക്ക് കടക്കാൻ അനുവാദം കിട്ടാത്തതിനാൽ മതിൽ ചാടി കാസർഗോഡ് സംഘം അതിക്രമിച്ചു കടന്നു. 10 മണിക്ക് മാത്രം ഉണരുന്ന വ്യവസായിയെ കാണാൻ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഇവരെന്തിനു വന്നുവെന്ന് ആർക്കും അറിയില്ല. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് മോർച്ച നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തോക്കും ഗൺമാൻ സംഘവുമായി വരാൻ ഇവരെന്താ തട്ടിക്കൊണ്ടുപോകൽ സംഘമാണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. രാവിലെ 6:30 മണിക്ക് ഇവിടെ ഒരു സംഘം ആളുകൾ കാസർഗോഡ് അത് കർണാടക രജിസ്ട്രേഷൻ വണ്ടികൾ ഇവിടെ വന്നിട്ട് അവിടെ നാട്ടുകാരൊന്നുമില്ല, അതിക്രമിച്ച് കയറി ഇതിൻ്റെ ഉള്ളിൽ കാണണം എന്ന് പറഞ്ഞു. റബിയുള്ള സാറിൻ്റെ വീട്ടിൽ ആളെ കാണണം എന്ന് പറഞ്ഞു. അത് കാണാൻ പറ്റില്ല. സെക്യൂരിറ്റി പറഞ്ഞേക്ക് ഒരു ഗേറ്റ് എടുത്ത് ചാടി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കാര്യം? അവിടെ 3 പേരും മയില് കയറണു. 3 പേരും മയില് കയറണു. ശരി, പിടിക്കല്ലേ, ചാടാൻ പറഞ്ഞു. മുന്നോട്ട് അവനും മതിലയാടി എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. നിങ്ങൾ പാടാൻ നോക്കി നിൽക്കാൻ സമയം കളയാതെ പോ. ഡോക്ടർ അബ്ദുള്ളയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി. കൂടാതെ അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ലീഗലായിട്ടുള്ള പരാതി. കോളിംഗ് ബെൽ എവിടെയാ? അപ്പൊ പിന്നെ വാതിൽ തുറക്കണ്ടേ? വാതിലൊക്കെ ഞങ്ങൾ തുറന്നോളാം. നമുക്ക് ഒന്നിച്ചിടിച്ചു തുറക്കാം. 1 2 3. എന്തൊരു പണിയാ കാണിച്ചത്? ഇപ്പൊ മൂക്കടിച്ച് വീണാനല്ലോ. വാതിൽ ചവിട്ടി തുറക്കാൻ നേരത്താണ് തുറന്നിരുന്നത്. തുറന്നിട്ട് ഞാനല്ല, പതുക്കെ നമ്മള് വരുമെന്ന് പറഞ്ഞിട്ട് അവള് നേരത്തെ തുറന്നു വെച്ചാ. എന്തെങ്കിലും ആവട്ടെ. കേറിക്കോ. ആദ്യം ഇവർ പറഞ്ഞു ഞങ്ങൾ ഡോക്ടറാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു പോലീസാണ് പറഞ്ഞു. അപ്പോൾ ID ചോദിച്ചു. ID കള്ള ID ആണ്. അതിൽ പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ബി.ജെ.പിൻ്റെ നാഷണൽ വൈസ് പ്രസിഡൻ്റാണ്, ഏതോ ന്യൂനപക്ഷ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള ആളാണ്. ഈ എന്താ ആളെ പേര് പറഞ്ഞത്? അസ്ലം കുരുക്കൾ എന്ന് പറഞ്ഞ ആൾ. അയാളാണ് നേതാവ്. ഞങ്ങള് 2 ആൾ ഇവിടെ ഉണ്ട്. എന്താ ഒരു ഒച്ച കേട്ടത്? ആ ഫ്ലവർ ബോട്ടിലില്ലേ, ഫ്ലവർ ബോട്ടിൽ, അവൻ എന്റെ മേത്തേക്കൊന്ന് വീഴാൻ നോക്കിയതാ. നശിപ്പിക്കും. അസ്ലം കുരുക്കൾ പറഞ്ഞ ബി.ജെ.പിൻ്റെ നാഷണൽ വൈസ് പ്രസിഡൻ്റാണ്. അതിൻ്റെ കാറ്റഗറി പെട്ട സെക്യൂരിറ്റിയാണിത് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തോക്കൊക്കെ കയ്യിലുണ്ട്. തോക്കാ എവിടെ? അയ്യോ, ഇത് തോക്കാണല്ലോ. നീയല്ല. അപ്പൊ പിന്നെ നീയല്ല. ആ വാതിൽ തുറക്കണം വെച്ചിട്ട് നീയല്ലേ വന്നത്? വാതിൽ തുറന്നപ്പോഴേ എപ്പോ? കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ഒരൊറ്റ വെടി വെച്ചിട്ടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നിനക്ക് ഭ്രാന്താടാ. കള്ളക്കേസിൽ കൊടുക്കിയതാണ്. മൂപ്പരെ കാണാൻ വന്നതാണ്. മൂപ്പർ എൻ്റെ ഫാമിലി ഫ്രണ്ടാണ്, ഒറ്റ സുഹൃത്താണ്. അതിലൊന്നും ചാടിയിട്ടില്ല. എല്ലാം കള്ളക്കേസ് കൊടുക്കിയതാണ്. അതിലൊന്നും ചാടിയിട്ടില്ല. എല്ലാം കള്ളക്കേസ് കൊടുക്കിയതാണ്. അവർ ഗേറ്റ് ചാടി ഉള്ളിലേക്ക് കടക്കുകയും അതുപോലെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അവർ മുൻകൂട്ടി പെർമിഷൻ ഇല്ലാതെ വന്നുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുകയും അവർ അങ്ങനെ ആ സമയത്താണ് ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർ ചെയ്തത്. അവരുടെ കയ്യിൽ തോക്ക് ഇതുപോലെ ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഒരു ഇടവേള കൂടി. വിട പറഞ്ഞ ഗാന്ധിയൻ. വക്രദൃഷ്ടി തുടരുന്നു. ഇന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര നേതാവായ കെ ഇ മാമൻ അടിമുടി ഗാന്ധിയനാണ്. കോൺഗ്രസ്സുകാരുടെ ഹർത്താലിനെ എതിർത്തതിന് കോൺഗ്രസ്സുകാർ തന്നെ കെ ഇ മാമനെ പണ്ടൊരിക്കൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും
കാണാനും അനുഗ്രഹം വാങ്ങാനും വരുന്ന കോൺഗ്രസ് നേതാക്കൾ കെ ഇ മാമൻ്റെ കോൺഗ്രസ് വിമർശനം കേട്ടാവും മടങ്ങുക. ആശുപത്രിയിൽ കെ ഇ മാമനെ സന്ദർശിക്കാൻ AK ആൻ്റണി വന്ന രംഗം ഒന്നുകൂടി കാണാവുന്നതാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ നന്നായാലേ നാടു നന്നാവൂ എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന കെ ഇ മാമന് പ്രണാമം, ആദരാഞ്ജലികൾ. കോൺഗ്രസ് ഇപ്പം വലിയ പാർട്ടികളുടെ അധീനമാണെന്ന് അറിയില്ല. പക്ഷെ വലിയ പാർട്ടികളെ ചീനാണെന്ന് അറിയില്ല. വലിയ കൂട്ടായിട്ട് ഉപേക്ഷിക്കണം. പാർട്ടിയുടെ മകൻ BJPയുടെ മന്ത്രിയാകാൻ സാധ്യതയുണ്ട്. കേട്ടോ, പാർട്ടിയുടെ മകനെ കോൺഗ്രസ് തുറന്ന് പറയും. ഇപ്പൊ കോൺഗ്രസ് ചീന്നു നാറുന്ന ഒരവിയലായി. വർഗീയ പാർട്ടികളെ കളയണം. വർഗീയ പാർട്ടി കളയണം. വന്ദേ മാതരം പലരും പറഞ്ഞതിൽ ക്ഷമിക്കണം. എന്നോട് എന്തെല്ലാം പറയുന്നുണ്ട്. സന്തോഷസൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.